PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതിൻ്റെ പേരിൽ കിട്ടിയത് SSK ഫണ്ടാണ്. ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചതും SSK ഫണ്ടാണ്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആരംഭിക്കാൻ റെഡിയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമായ കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് പലതരത്തിലും നമസ്കാരം. 2 മാസം പറഞ്ഞതൊക്കെ വിഴുങ്ങി PM ശ്രീയുമായി മുന്നോട്ടെന്ന് ഒരു സംശയത്തിനും ഇടയില്ലാതെ പ്രഖ്യാപിക്കുകയാണ് UDF. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ല എന്നാണ് സർക്കാർ നിലപാട്. 1 മാസം മുൻപ് തന്നെ തീരുമാനം പ്രഖ്യാപിച്ചതാണ് മുഖ്യമന്ത്രി. വിവാദമായപ്പോൾ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി കണ്ണിൽ പൊടിയിടാൻ മാത്രമായിരുന്നു. ഇനി എങ്ങനെ നടപ്പാക്കണമെന്ന് മാത്രം ഉപസമിതിയെ അറിയിച്ചാൽ മതി. പദ്ധതിയിൽ കേരളം പങ്കാളിയല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടും PM ശ്രീ അറബിക്കടലിൽ ഒഴുക്കുമെന്ന് പറഞ്ഞ ലീഗിന്റെ മന്ത്രി പറയുന്നത് കേരളത്തിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ്. ഫണ്ട് വാങ്ങാൻ പദ്ധതി നടപ്പാക്കുമെന്ന ന്യായീകരണവും വരുമ്പോൾ ശക്തമായ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് BJPക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നാണ് P രാജീവിന്റെ വിമർശനം. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ അക്കാദമിക് കാര്യങ്ങളിൽ കേന്ദ്രം പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കേണ്ടി വരുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചൂണ്ടിക്കാട്ടുന്നു. PM ശ്രീയിൽ UDF ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചോ? ഭരണത്തിലെത്തിയാൽ പറഞ്ഞ നിലപാടിന് വിലയില്ലേ? ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ PK ഗോപൻ, CPM പ്രതിനിധി, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, VM റഷാദ്, MSF സംസ്ഥാന സെക്രട്ടറി, TP ജയചന്ദ്രൻ, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, എന്താണോ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കാരണമായി LDF സർക്കാർ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ UDFന്റെ ഭാഗമായിട്ടുള്ളവർ, ഇന്ന് കൺവീനർ, വിദ്യാഭ്യാസ മന്ത്രി, നേരത്തെ മുഖ്യമന്ത്രി എല്ലാവരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ കേന്ദ്രം തന്നെ നിങ്ങളുടെ ഒരു MPക്ക് രേഖാമൂലം മറുപടി നൽകിയിരുന്നു PM ശ്രീയിൽ കേരളം അംഗം അല്ല എന്ന്. എന്നിട്ടും ഇത് തുടർന്നേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം, അതൊരു കാരണമായി പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ശ്രീ ജെബി മേത്തർ MPക്ക് ഗവൺമെന്റ് കൊടുത്ത മറുപടിക്കകത്ത് സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അല്ലാതെ ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പുറം ലോകത്തോട് പറഞ്ഞത് ആദ്യമായി CPI ആണ്. ആ CPI ആയിരുന്നു അന്ന് ആ തർക്കം ഉയർത്തിക്കൊണ്ടുവന്നതും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞതും. അവർ തമ്മിലുള്ള തർക്കത്തിന്റെ അവസാനമാണ് നമ്മളൊക്കെ ചോദിച്ചത്, ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോ. ആ സമയത്ത് രണ്ടുമല്ലാത്തൊരു നിലപാട് CPMന്റെ ഭാഗത്ത് ഉണ്ടായി. അവസാനം ഒപ്പിട്ടത് പുറത്തു വന്നു കാലങ്ങൾക്ക് ശേഷം പുറത്തു വന്നതിന് ശേഷമാണ് മന്ത്രിസഭ തീരാൻ കാലാവധി ഞങ്ങൾ ഇതിന് പിന്മാറുന്നു എന്നൊരു പ്രസ്താവന നടത്തി അവർ പിറകോട്ട് പോയത്. ഞങ്ങൾ അന്ന് മുതലേ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഈ വിഷയത്തിനകത്ത് ക്ലാരിറ്റി വേണം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ താങ്കൾ അവിടെ വെച്ച് നിർത്താതെ അതിനുശേഷം ആ മുന്നണിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും CPI തന്നെയാണ് ഏറ്റവും വലിയ എതിർപ്പുയർത്തുകയും പിന്നീട് അത് മരവിപ്പിക്കുകയും ഉപസമിതിയെ വെക്കുകയും ചെയ്തു. ആ പദ്ധതിയിൽ കേരളം മറ്റൊരു നടപടികളും എടുത്തില്ല, മുന്നോട്ട് കൊണ്ടുപോയില്ല, അത് മരവിപ്പിക്കുകയാണ് ചെയ്തത്. അക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? അല്ല, എങ്ങനെയാണ് അത് മരവിപ്പിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് വിശദമാക്കി തന്നാൽ മതി. ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് എവിടെയാണ് മരവിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്? കേരളം ആ പദ്ധതിയുടെ ഭാഗമല്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കുന്നുവല്ലോ. അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മരവിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ഞാനൊരു കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു കടലാസ് ഒപ്പിടുന്നു, ഒരു ധാരണാപത്രം ഒപ്പിടുന്നു. ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ധാരണാപത്രത്തിനകത്ത്
എവിടെയാണ് ഇത് ഈ ഒരു കക്ഷിക്ക് ഒപ്പിട്ട രണ്ടാമത്തെ കക്ഷിക്ക് ഇത് മരവിപ്പിക്കാനുള്ള സാധ്യത എവിടെയാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം. ശ്രീ നിജേഷ് അരവിന്ദ്, ന്യായീകരണം എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ കേരളം ആ പദ്ധതിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണല്ലോ ഉത്തരം. അങ്ങനെയല്ലല്ലോ ഉത്തരം. സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ടില്ല എന്നല്ലേ ഉത്തരം. സ്കൂളുകൾ സെലക്ട് ചെയ്യാത്തത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആ സർക്കാരിന് പിന്നീട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്കൂളുകൾ സെലക്ട് ചെയ്ത് നൽകാതിരുന്നത്. അതുകൊണ്ടാണോ? അതെ. ആ സമയമാകുമ്പോഴേക്കും ആ സർക്കാർ അവസാനിക്കുന്നു. ഈ ഒപ്പിട്ടതിന് ശേഷമുള്ള ഫണ്ട് അന്ന് തടഞ്ഞു വെച്ച ഫണ്ട് വാങ്ങുന്നു. അതിനുശേഷം വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ ഇതിൽ നിന്ന് മരവിപ്പിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കുന്നു. പക്ഷെ ആ ഉത്തരവിനകത്ത് അവർ ഒപ്പുവെച്ച കടലാസിനകത്ത് ഒരിടത്ത് പോലും അങ്ങനെ മരവിപ്പിക്കാനുള്ള ഒരു സാധ്യതയുള്ളതായിട്ട് പറയുന്നില്ല. ഉണ്ടെങ്കിൽ രേണുക എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ഒരു പദ്ധതി മരവിപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? അതുമായി മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ സാങ്കേതികത്വം എന്തുമായിക്കോട്ടെ, ഇപ്പോൾ എന്തായാലും കേരളം സ്കൂളുകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിട്ടില്ല. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഇല്ലായല്ലോ. ആ സ്റ്റാറ്റസ് കോ നിലനിൽക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവസാനിക്കും. ഇനി 6 മാസം കൂടി ആ പദ്ധതിക്ക് കാലാവധി പോലുമുള്ളൂ. അതല്ലാണ്ട് ഇതുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ടോ? ഇതിൽ ഒപ്പിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നെന്തെങ്കിലും ഉണ്ടോ? ആ മറുപടിയിലും അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. 2025 ഒക്ടോബർ മാസം 16-ാം തീയതി ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇത് ഒപ്പുവെച്ചത്. അങ്ങനെയാണല്ലോ അതിന്റെ കടലാസ് ഉള്ളത്. കക്ഷികൾ, ഒന്നാം കക്ഷി ന്യൂഡൽഹിയിലെ ശാസ്ത്രി ഭവൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരത വകുപ്പ്. രണ്ടാമത്തെ കക്ഷി തിരുവനന്തപുരം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അനക്സ് 4-ാം നിലയിൽ നമ്പർ 3 ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. ഇതാണല്ലോ 2 കക്ഷികൾ. ഈ 2 കക്ഷികൾ തമ്മിൽ ധാരണാപത്രം 2025 ഒക്ടോബർ മാസം 16-ാം തീയതി ഒപ്പിട്ടു. അതിന്റെ ഏത് വ്യവസ്ഥയിലാണ് ഇത് മരവിപ്പിക്കാൻ ഒപ്പിട്ടതിന്റെ അവസാനം എവിടെയാണ് മരവിപ്പിക്കാനുള്ള സാധ്യതയുള്ളത്? മരവിപ്പിക്കാൻ സാധ്യതയില്ല എന്നെവിടെയെങ്കിലും ക്ലോസ് നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനത് വായിച്ചു തരാം. ഇതിനകത്ത് പിൻവലിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി. ഇതിൽ ഒന്നാം കക്ഷിക്ക് മാത്രമേ ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുള്ളൂ, അവസരമുള്ളൂ. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഇപ്പോൾ പദ്ധതി മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. അത് മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ PM ശ്രീയിൽ പിന്നോട്ടില്ല എന്നതാണ്. രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടാൽ അത് എവിടെയാണ്, ഏത് ക്ലോസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഫ്രീസ് ചെയ്യുക? എനിക്ക് അതാണ് കേട്ടത്. ഞാനതിന്റെ മുഴുവനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, എനിക്ക് ആ സാങ്കേതികത്വം അല്ല ആവശ്യമുള്ളത്. ഇന്ന് അടൂർ പ്രകാശ് UDF കൺവീനർ UDF യോഗത്തിന് ശേഷം വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന്. നിങ്ങൾ ഇത് ഒരു മാസം സർക്കാർ അധികാരമേറ്റ് 1 മാസമാകുന്നതിന് മുൻപ് തന്നെ വിവാദമായ വിഷയമാണ്. അന്ന് ചർച്ച നടക്കുമ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിരുന്നു. ആ മന്ത്രിസഭാ ഉപസമിതിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് പറയുന്നത് അവരുടെ റിപ്പോർട്ട് കിട്ടും മുമ്പ് തന്നെ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന്. അതിലിനി ഒരു സാങ്കേതികത്വത്തിന്റെ ആവശ്യം എനിക്കില്ല. ഇന്നത്തെ UDF യോഗത്തിനകത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. UDFന്റെ നമ്മുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള അവകാശമാണ് ഇന്നത്തെ UDF കമ്മിറ്റി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 19-ാമത്തെ എനിക്ക് വ്യക്തമായില്ല താങ്കൾ പറഞ്ഞത്. ഇന്നത്തെ UDF യോഗം പറഞ്ഞിരിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള പെർമിഷൻ UDF കൊടുത്തു. അതാണ് ശ്രീ അടൂർ പ്രകാശും പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് അടൂർ പ്രകാശ് പറയുന്നത് താങ്കളൊന്ന് കേട്ടോളൂ. ഇപ്പൊ കേൾക്കാം. ആ റിപ്പോർട്ടിലൂടെ വരണം. ആ റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷമായിരിക്കും എവിടേക്കാണ്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. കണ്ടോ, മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നിട്ട് എന്താ തീരുമാനിക്കുന്നത്? നടപ്പാക്കണോ വേണ്ടെന്നല്ല, ഏതൊക്കെ സ്കൂളുകൾ വേണമെന്ന് തീരുമാനിക്കുമെന്ന്. അല്ല, ഞങ്ങൾ ആ മന്ത്രിസഭാ ഉപസമിതിക്ക് വളരെ കൃത്യമായ ധാരണകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ എതിർപ്പുള്ള ഒരേ ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ NEP ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കരിക്കുലം മാറ്റുന്ന ഒരു നയം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നാൽ അവരവരുടേതായ രീതിയിൽ വിദ്യാഭ്യാസ ചരിത്രം എഴുതാൻ തുടങ്ങിയാൽ
അതിനെ എതിർക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നടത്താൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ഞങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പദ്ധതിയെ, വിദ്യാഭ്യാസ സിലബസിനെ, അതായത് ചരിത്രത്തിന് വിരുദ്ധമായ സിലബസിനെ ഇവിടെ കേരളത്തിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ല. അത്രയേ ഉള്ളൂ. അത് സാധ്യമാണ് എന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. എത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. നോക്കൂ, LDF സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. നിങ്ങളത് വിശ്വസിച്ചില്ല. വലിയ വിമർശനം അതിനെതിരെ ഉയർത്തിയല്ലോ. ലീഗിന്റെ പ്രതിനിധിയെയും ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അറബിക്കടലിൽ ഒഴുക്കും ചവറ്റുകുട്ടയിൽ ഇടും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് അധികാരത്തിലെത്തിയിട്ട് അവർ പറഞ്ഞതാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത്. അവർ പറഞ്ഞത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. മാധ്യമ പ്രവർത്തക രേണുകയ്ക്ക് ഈ പദ്ധതിയിൽ എതിർപ്പ് തോന്നുന്ന വശം ഏതൊക്കെയാണ്? എതിർപ്പ് തോന്നുന്ന വശമാണ് പറഞ്ഞത്. വിജയ് അരവിന്ദ്, എന്റെ എതിർപ്പോ എന്റെ യോജിപ്പോ അല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഭരണപക്ഷത്തെത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. അല്ലാതെ എന്റെ യോജിപ്പോ വിയോജിപ്പോ അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞങ്ങൾ അന്നും പറഞ്ഞത് ഈ സിലബസ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സിലബസ് അവരാവിഷ്കരിക്കുന്ന രീതിയിൽ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മന്ത്രിസഭ. അങ്ങനെ അനുവദിക്കുമെന്ന് LDF എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, LDF അല്ലേ പറയേണ്ടത്. LDF-നകത്തുള്ള കക്ഷികളല്ലേ അത് തർക്കം ഉണ്ടാക്കിയത്, ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ലേ? അപ്പോ LDF-നകത്തുള്ള ആളുകളാണല്ലോ പറഞ്ഞത്. AISF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ പറഞ്ഞത്, SFI-ക്കാരെ ശ്രദ്ധിക്കണം, നിങ്ങൾ സമരം ചെയ്ത സമയത്ത് മുണ്ടുടുക്കരുത്, മുണ്ടപ്പിഴക്കിൽ അഴിഞ്ഞു പോയാൽ അതിനകത്തുള്ള കാക്കി കാണുമെന്നൊക്കെ പറഞ്ഞത് AISF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്, ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. അപ്പോ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തോ ചെയ്ത് കളയുമെന്ന് പറയുന്നതൊക്കെ വെറുതെ ആണോ? അല്ലെ, നിങ്ങൾ അതിന് ഞാനിപ്പോ ചോദിച്ചല്ലോ, 19ാമത്തെ ക്ലോസിനകത്ത് എവിടെയാണ് ഇത് പിന്മാറാൻ അല്ലെങ്കിൽ ഇത് മരവിപ്പിക്കാനുള്ള? നിജേഷ് അരവിന്ദ്, താങ്കൾ ഒരു 2 ദിവസം മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പൊ പിന്മാറേണ്ട ആവശ്യമില്ലല്ലോ. കേരളം അതിൽ ഉൾപ്പെട്ടിട്ടില്ല. കേരളം PMശ്രീയിലുണ്ടോ? ഇല്ല. അവർ സ്കൂളുകളുടെ വിവരം നൽകിയിട്ടില്ല. അവർ അതിന്റെ പദ്ധതിയുടെ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല. കേരളം അതിലില്ല. അപ്പൊ പിന്നെ പിൻവാങ്ങുന്നതിന്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോഴത്തെ സ്ഥിതി അങ്ങ് തുടർന്നു പോയാൽ പോരെ. രേണുക, എങ്ങനെയാണ് ഒരു പദ്ധതിയിൽ ഒരു സംസ്ഥാനം അംഗമാവുക? കേന്ദ്രമന്ത്രി ലോകസഭയ്ക്കകത്ത് വിദ്യാലയങ്ങൾ തെരഞ്ഞെടുത്തില്ല എന്ന് പറയുന്നതാണോ? അതോ ഒരു ഗവൺമെന്റിന്റെ 2 ഉദ്യോഗസ്ഥർ വന്ന് സർക്കാർ തലത്തിൽ ദീർഘനാളത്തെ ആലോചനയ്ക്ക് ശേഷം കൃത്യമായ നിബന്ധനകൾ എഴുതി വെച്ച് ഒപ്പിടുന്നതാണോ ഒരു കരാറിന്റെ ഭാഗമാവുക? ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു ധാരണാപത്രം ഒപ്പുവെക്കുന്ന അന്ന് മുതൽ അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് 2025 ഒക്ടോബർ മാസം 25 മുതൽ ഇത് പദ്ധതി നടപ്പിലാവുന്നു എന്ന് എഴുതി വെച്ചതാണ്. 19 ക്ലോസുകളുള്ള ഒരു കരാർ. അപ്പൊ ആ കരാറിൽ ഒപ്പിട്ടതിന് ശേഷം അതിനുശേഷം ഗവൺമെന്റ് തന്നെ പറഞ്ഞു തടഞ്ഞു വെക്കപ്പെട്ട ഒരുപാട് പൈസ. നിജേഷ് അരവിന്ദ്, എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. താങ്കൾ ഇത് ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒന്ന്, ഞങ്ങൾ PMശ്രീക്ക് അനുകൂലമാണ്, ഞങ്ങൾ അത് നടത്തും എന്തായാലും എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ന്യായമുണ്ട്. അതല്ല, ഞങ്ങൾ നിർബന്ധിതരാകുന്നു, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നാണെങ്കിൽ ആ നിർബന്ധിതമാകുന്ന ഘടകം എന്താണ് എന്ന് താങ്കൾ ഒന്ന് വിശദീകരിക്കൂ. ഒരു സർക്കാർ തുടർച്ചയാണ്. ഒരു സർക്കാർ ഒപ്പുവെച്ച പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റുമായി ഒപ്പുവെച്ച പദ്ധതികൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള ക്ലോസ് അത് ഒപ്പുവെച്ച ആളുകൾ തന്നെ വെക്കണം. ഒരു ഗവൺമെന്റുമായി ഒപ്പുവെച്ചുകൊണ്ട് അതിനാവശ്യമായ പണമൊക്കെ വാങ്ങിയതിനു ശേഷം അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് സാധ്യമല്ല എന്ന് കരാറിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കരാർ മുഴുവൻ വായിച്ചു. ഞാൻ ഒറ്റ കാര്യം കൂടി താങ്കളോട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി, ഒരു സർക്കാർ തുടർച്ചയാണ് എങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇത് മരവിപ്പിച്ചിരിക്കുകയായിരുന്നു, അതിന്റെ തുടർച്ചയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം എന്താണ്? അല്ല, LDF-ന്റെ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കോ അപ്പുറത്തേക്ക് എവിടെയാണ് 2 സർക്കാരുകൾ ഇത് മരവിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചത്? അപ്പൊ കരാറാണ് പ്രശ്നം. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PK ഗോപൻ, കഴിഞ്ഞ തവണ ഈ UDF സർക്കാർ അധികാരത്തിലെത്തി PMശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ടാകുമ്പോഴും പറഞ്ഞത് ഞങ്ങൾ നിർബന്ധിതരാകുന്നു. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്ന്. ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നു ഞങ്ങൾക്കിത് തുടർന്നേ പറ്റുള്ളൂ എന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിജേഷ് അരവിന്ദും പറയുന്നു നിങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾക്ക് തുടർന്നേ പറ്റുള്ളൂ എന്ന്. ശ്രീമതി രേണുക, ഈ ചർച്ച തുടങ്ങിയിട്ട് 15 മിനിറ്റായി. ശ്രീമതി രേണുകയുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രവും പ്രയോഗിച്ചു.
ഇതിലൊരു ശരിയായ ക്ലാരിഫിക്കേഷൻ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ നിജേഷിൽ നിന്ന് ലഭിക്കുവാൻ. അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം UDF കൺവീനറും മുഖ്യമന്ത്രിയും ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് താങ്ങി നിർത്തുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു സിൻസിയറിറ്റിയും ഇതിനകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടാകത്തുമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് തലയിൽ ആള് താമസമുള്ള ഒരാളും ബോധ്യപ്പെടുന്ന ന്യായീകരണമല്ല പറയുന്നത്. ഏറ്റവും വലിയ തമാശ ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചത്, അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളിത് നടപ്പിലാക്കിയാൽ കരിക്കുലം തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് തന്നെയാകും. രണ്ടാമത്, സ്കൂളുകളെ സ്റ്റേറ്റ് തന്നെ തിരഞ്ഞെടുക്കും. എന്തൊരു തമാശയായി പറയുന്നത്. ഇത് രണ്ടിനുമുള്ള അവകാശം ഇപ്പോഴും എപ്പോഴും കേരള ഗവൺമെന്റ് തന്നെയാണ്. ഞാൻ ഈ സ്കൂളിന്റെ കരിക്കുലം കമ്മിറ്റി ഇരുന്ന ആളാണ്. 13 വർഷത്തിന് ശേഷം പാഠപുസ്തകം തയ്യാറാക്കിയ കരിക്കുലം കമ്മിറ്റിയിലെ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരുന്ന ആളാണ്. അതായത് പാഠപുസ്തകം സ്റ്റേറ്റ് സിലബസിന് SCERTയുടെ പാഠപുസ്തകം തയ്യാറാക്കാനുള്ള അവകാശം സ്റ്റേറ്റിന് തന്നെയാണ്. അത് മുഖ്യമന്ത്രി എടുത്തു പറയേണ്ട കാര്യമില്ല. രണ്ടാമത്, ഈ സ്കൂളുകൾ PMCയിൽ പെടുന്ന സ്കൂളുകൾ, അതൊരു ബ്ലോക്കിൽ 2 സ്കൂളുകളാണ്. ആ സ്കൂളുകളെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട അവകാശവും സ്റ്റേറ്റിനാണ്. അദ്ദേഹം പറയുകയാണ് PMC നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത് രണ്ടും ഞങ്ങൾ ഉറപ്പാക്കും. ഇത് അന്ന് LDF ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയം ആദ്യം നമ്മൾ ചർച്ച ചെയ്യണം, എന്നിട്ട് ഇതിന്റെ സാങ്കേതികതയിലേക്ക് വരാം. ഒന്നോ രണ്ടോ വാചകം കൊണ്ട് ഞാനത് പറയാം. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കേരളത്തിലെ മൈനോറിറ്റിയെ യോജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ആവിഷ്കരിച്ചത്. അതിന്റെ സ്ലോഗനാണ് അവർ സെറ്റ് ചെയ്തത്. അതാണ് കനകോല് കൊടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം കേരളത്തിൽ 40% ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു പങ്ക് RSS വിരുദ്ധരോ കേന്ദ്ര സർക്കാരിന്റെ എതിരാളികളോ ആണ്. അത് കുറച്ചുപേര് മാത്രമാണ് മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നത്. ചില രാഷ്ട്രീയ സമ്മർദ്ദവും രാഷ്ട്രീയ കാരണങ്ങളും താല്പര്യ സംരക്ഷണവും ഒക്കെ വരുന്നത്. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം സാധാരണ ജനത ഒരു RSS വിരുദ്ധ മനോഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ മതവർഗീയതക്കെതിരായി ചിന്തിക്കുന്നവരാണെന്ന് കൂട്ടിക്കും. എന്തായാലും മതന്യൂനപക്ഷങ്ങളെ കേരളത്തിലെ LDF സർക്കാരിനെതിരായിട്ട് തിരിക്കാൻ അവർ ഓരോ ആയുധം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരു ആയുധമാണ് PMC. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ സാധാരണ മനുഷ്യർക്ക്, ഇപ്പൊ അവർ പറഞ്ഞു തുടങ്ങിയ ശേഷം അവരുടെ ഇടയിൽ നിൽക്കുന്നവർക്ക് മാറ്റം ഉണ്ടായി കാണും. ഈ PMC എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു ദുരന്തമാണെന്നും അത് സംസ്ഥാന സർക്കാർ എടുത്ത് തലവെക്കാൻ പോവുകയാണെന്നും അത് BJP CPM ഡീലിന്റെ ഭാഗമാണെന്നുള്ള രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് അതിനെ പീക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ലീഗിന്റെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ശ്രീ KM ഷാജി ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, KM ഷാജി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചില പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതാണ്. ആ പ്രയോഗത്തിലൊന്നാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും പറയാറുള്ള ഒരു ഭാഷയാണ്, അത് അറബിക്കടലിൽ വലിച്ചെറിയും എന്നുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആലങ്കാരികമായി പറഞ്ഞാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഉപേക്ഷിക്കുമെന്നാണല്ലോ, അതിന്റെ ആലങ്കാരികത്വം മാറ്റി നിർത്തി അതിന്റെ വാച്യാർത്ഥം എടുത്താൽ ഉപേക്ഷിക്കുമെന്നാണല്ലോ. എപ്പോഴാ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത്? PMC ഇവിടെ നിജേഷ് പറയുന്ന ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ആണ് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അങ്ങനെ ഒരു കണ്ടീഷൻ അതിനകത്തുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തികളിലൊന്ന് PMC എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയും, അറബിക്കടലിൽ കളയും. അധികാരത്തിൽ വന്നതിന് ശേഷം നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജനതയ്ക്ക് കൊടുത്ത വാക്ക് ഇത്ര പച്ചയായി വഞ്ചിക്കാവോ? അപ്പോ അതിന്റെ പുറത്ത് എന്തൊക്കെ ന്യായീകരണോ പറയുന്നത്? അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാറാൻ പറ്റില്ല. ഞാൻ ശ്രീമതി രേണുക ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 100 കോടി രൂപയുടെ ഒരു പദ്ധതി അനുവദിച്ചിരിക്കട്ടെ. ആ പദ്ധതി നടപ്പിലാക്കാൻ 100 ഏക്കർ വസ്തു എടുത്തു കൊടുക്കണം, ലാൻഡ് എടുത്തു കൊടുക്കണം, ഭൂമി കൊടുക്കണം. ആ 100 ഏക്കർ ലാൻഡ് എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാവുമോ? ഏത് കരാറുണ്ടാക്കിയാലും ഏത് പണം അനുവദിച്ചാലും, കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചു, പദ്ധതി അംഗീകാരം നൽകി, ക്യാബിനറ്റ് പാസ്സാക്കി, നിങ്ങൾ ലാൻഡ് എടുത്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? അതവിടെ കിടക്കത്തേ ഉള്ളേ. സെയിം കേസാണ്. ഈ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് കൊടുത്താലേ PMC അവിടെ നടപ്പിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ രാജ്യത്ത് കുറെ സ്കൂളുകാർ കൊടുത്തു, കുറെ സ്റ്റേറ്റുകാർ കൊടുത്തു. ഇവര് ഭരിക്കുന്ന, അല്ല ഞാൻ ഇത് ഒന്ന് പറഞ്ഞോട്ടെ, ഒരുപാട് 15 മിനിറ്റ് നിങ്ങൾ എടുത്തല്ലോ. ഇവര് ഭരിക്കുന്ന 3 സ്റ്റേറ്റിന്റെ കണക്ക് ഞാൻ പറയാം. തെലങ്കാന 794 സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തു. തെലങ്കാന ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്. കർണാടക 590 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്.
രാജസ്ഥാൻ 649 സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തു. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റാണ്. അപ്പൊ ഇവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ ഗവൺമെന്റ് PMCയിൽ ഒപ്പിടുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. BJP ഭരിക്കുമ്പോഴാണ് കർണാടകത്തിൽ ഒപ്പിടുന്നത്. അത് കോൺഗ്രസ് ഇപ്പൊ തുടരുകയാണ്. തെലങ്കാനയിൽ ഒപ്പിടുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്, കോൺഗ്രസ് തുടരുകയാണ്. അതായത് ഒരു നാഷണൽ പാർട്ടി എന്നുള്ള തരത്തിൽ കുറച്ച് സ്റ്റേറ്റുകളിൽ PMC ഏറ്റെടുക്കുകയും ചില സ്റ്റേറ്റിൽ PMC വേണ്ടാന്ന് വെക്കുകയും ചെയ്യാൻ ദേശീയമായി അവർക്ക് കഴിയില്ല. അവർ PMCയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണെന്ന് എന്താണെന്ന് നിജേഷിന് സമയം കിട്ടുമ്പോൾ ഒന്ന് പറയണം. അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഇത് പറയണം. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് PMCയെ സംബന്ധിച്ച്? വേണമെന്നാണോ വേണ്ടെന്നാണോ? എന്നിട്ട് രണ്ടാമത് നമുക്ക് LDF ഒപ്പിട്ടതിന്റെ കഥയിലേക്ക് പോവാം. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താ? PMC വേണമോ വേണ്ടയോ? PMC സ്റ്റേറ്റുകൾക്ക് പങ്കാളിത്തം ആകാമോ ആയിക്കൂടെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറയണം. കാരണം ഇന്ത്യയിലെ തമിഴ്നാട് ഒഴിച്ചുള്ള, കേരളം ഒഴിച്ചുള്ള മറ്റ് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും ഇതിൽ ഭാഗമാണ്. കേരളം ശ്രീമതി രേണുക 2020 PMC നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. 3 വർഷക്കാലം ഈ സ്റ്റേറ്റ് അവരുമായിട്ട് വഴക്കിട്ടു. 3 തവണ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹത്തെ കാണാൻ പോയി, കേന്ദ്രമന്ത്രിയെ 3 തവണ. ഒരു 6-7 തവണ ശ്രീമതി യു വാസിക IAS പോയി. പല ചർച്ചയിലും നടത്തിയപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ PMCയിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ, MOU ധാരണാപത്രം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നുകൊണ്ടിരിക്കുന്ന 60-40% വിഹിതമായ SSK ഫണ്ട് തരില്ല. തീർച്ചയായും ആ സാഹചര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഒരു വാചകം കൂടി പൂർത്തിയാക്കട്ടെ. ഇന്നും ഇപ്പൊ നിജേഷിന്റെ വാചകത്തിൽ നിന്നും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ നിന്നും ഇതിന് ഫണ്ട് കൈപ്പറ്റി പോയി എന്ന ഒരു അപകടം കൂടി വിളിച്ചു പറയുന്നുണ്ട്. അവിടെയാണ് ശ്രീമതി രേണുക ചോദിച്ച ജബി മേത്തറുടെ ചോദ്യത്തിന് ഉത്തരമായി പാർലമെന്റിൽ നൽകിയ മറുപടിക്കകത്ത് 99.42 കോടി രൂപ SSKയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. PMCക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് ഇവരയച്ച പാർലമെന്റ് മെമ്പർ ജബി മേത്തർക്ക് കിട്ടിയ മറുപടി പറഞ്ഞിട്ടും ഇപ്പോഴും അവർ വിളിച്ചു കൂടിക്കൊണ്ട് നടക്കുന്നത് PMCയുടെ ഫണ്ട് വാങ്ങിച്ചു എന്നാ. അതാണ് ഇതിന്റെ അപകടം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ DP ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ UDF സർക്കാരിനെ സംബന്ധിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന താല്പര്യമില്ല. അവർ ശക്തമായ നിലപാട് ലീഗ് ഉൾപ്പെടെ വിഷയത്തിൽ എടുത്തതാണ്. പക്ഷേ നിർബന്ധിതമാവുകയാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ അവർ അത് പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF സർക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറ്റി വെച്ചതിന് ശേഷം അവസാനം ഒപ്പിടാൻ തീരുമാനിച്ചതും സമാനമായ സാഹചര്യത്തിലാണ്. കേന്ദ്ര ഫണ്ട് പല വിധത്തിൽ ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഫണ്ടുകൾ പോലും പിടിച്ചുവെച്ച സാഹചര്യത്തിലാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തി ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്ന കേന്ദ്രത്തിന്റെ നയമല്ലേ യഥാർത്ഥത്തിൽ ഈ UDF സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത്? രേണുക, ഈ PMCയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പ്രതിപക്ഷത്തിന്റെ സ്വരത്തില് കേരളത്തിലെ ആങ്കർമാർ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ചോദ്യം രേണുകയോട് ചോദിക്കും. ഇന്ത്യ രാജ്യത്തെ 128 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഈ രാജ്യത്ത് ആകെ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് ഒരു തമിഴ്നാട് മാത്രമല്ലേ? ആദ്യം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനല്ലേ? ഇന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ലേ? ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ കുട്ടികൾ, സഖാക്കളുടെ മക്കൾ, അവരൊക്കെ വഴിതെറ്റിപ്പോയോ ഈ വിദ്യാലയങ്ങളിൽ പഠിച്ചതുകൊണ്ട്? കേരളത്തിലും ഇല്ലേ രേണുക നവോദയ വിദ്യാലയങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ? കേരളത്തിലെ എത്ര ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾ ഒന്ന് രേണുക അന്വേഷിച്ച് പറ. കേരളത്തിലെ എത്ര ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കന്മാരുടെ മക്കൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്? നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് അടിസ്ഥാനമായ കരിക്കുലവും സിലബസും ഒക്കെ തന്നെയല്ലേ അവരുടെ മക്കൾ പഠിക്കുന്നത്? അവരുടെ മക്കൾ വഴിതെറ്റിപ്പോയോ? അങ്ങനെ വഴിതെറ്റി പോകുന്നുവെങ്കിൽ ആ മക്കളെ ഏറ്റവും നല്ല സംസ്ഥാന സിലബസ്, അതിനേക്കാൾ ഗുണമേന്മയുള്ള സംസ്ഥാന സിലബസ് പഠിക്കുന്ന സ്കൂളുകൾ ഇല്ലേ രേണുക? അപ്പൊ രേണുക, ഇതിനകത്തുള്ള ആത്യന്തികമായ വിഷയം അതൊന്നുമല്ല. രാഷ്ട്രീയ വരട്ടുവാദം കേരളത്തെ ഇക്കാലം അത്രയും പുറകോട്ടടിപ്പിച്ചൊന്നൊരു യാഥാർത്ഥ്യമല്ലേ? ഇല്ല, അത് ഈ കേന്ദ്രം നൽകിയ മറുപടിയിൽ തന്നെ ഉണ്ടല്ലോ ശ്രീ TP ജയചന്ദ്രൻ. ഏത് ഫണ്ടാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേരളത്തിന് കൊടുത്തത്? SSK ഫണ്ടാണ്. 99 കോടിയോളം രൂപ കിട്ടിയത് SSK ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഇതുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. എന്നിട്ട് പോലും ആ ഫണ്ട് പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായി.
എത്ര വർഷമായി രേണുക ഈ പരാതി വന്നിട്ട്? തമിഴ്നാട് കോടതി പോയല്ലോ. കേരളത്തിൽ അനങ്ങിയാൽ കോടതി പോകുന്നല്ലേ? ഭരണഘടനാപരമായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിഷേധിക്കപ്പെട്ടാൽ ഏതൊരു സർക്കാരിനും കേരളത്തിൽ ആരുടെയും വീട്ടിൽ നിന്ന് നാളികേരം പറിച്ച് വെട്ടി ഉണക്കി വിറ്റ പണമെടുത്ത് പോകണ്ടെന്നേ. കേരളത്തിലെ പൊതുഖജനാവിലെ പണമെടുത്ത് കോടതിയിൽ പോവാൻ എന്തുകൊണ്ട് കേരള സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല രേണുക ഞാൻ ചോദിക്കുക. ഈ പദ്ധതിയിൽ ഗുണമുള്ളത് കൊണ്ടല്ലേ ശിവൻകുട്ടി അവസാനം പോയി ഒപ്പിട്ടത്? നിങ്ങൾ പത്രക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താണ് PM ശ്രീക്ക് തർക്കം? ഇവിടെ ഇപ്പം ഗോപൻ പറഞ്ഞ 2 കാര്യങ്ങളാണ് എതിർപ്പ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളവും ഞാനും ഒരു അധ്യാപകനായിരുന്നു, നിജേഷും ഒരു ആയിരുന്നു. നോക്കൂ, കേന്ദ്രം ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കും. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്രത്തിനുള്ള അതിനേക്കാൾ ശക്തമായ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും സംസ്ഥാനങ്ങൾക്കുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിലബസ് തയ്യാറാക്കും കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കും. സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ഒരു സിലബസ് തയ്യാറാക്കും. സംസ്ഥാനം സിലബസ് തയ്യാറാക്കാനുള്ള പൂർണ്ണമായ അധികാരാവകാശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനാണുള്ളത്. ഈ പദ്ധതിയിൽ എന്താ പറയുന്നത്? ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ, അവയെ ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാമ്പത്തിക സഹായം കേന്ദ്രം ചെയ്യും. അതേ കേന്ദ്രം ഒരു സാമ്പത്തിക സഹായം ചെയ്യും. ആ സ്കൂളുകൾ മറ്റ് സ്കൂളുകൾക്ക് മാതൃകാ വിദ്യാലയങ്ങളാവുകയും അവരുടെ മെന്റർ ആവുകയും വേണം. ഇതല്ലേ ഇത് മോശമാണെങ്കിൽ ശിവൻകുട്ടി ഒപ്പുവെക്കുമായിരുന്നു രേണുക? ഇത് മോശമായിരുന്നെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കുമോ രേണുക? എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. ശ്രീ TP ജയചന്ദ്രൻ, ഇതിൽ അംഗമാകാൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ അതിൽ ഭാഗമാവുകയും അല്ലാത്തവർ വിട്ടുനിൽക്കുകയും ചെയ്തോട്ടെ എന്ന് കേന്ദ്രം കരുതിയില്ലല്ലോ. നിങ്ങൾ ഫണ്ട് മരവിപ്പിച്ച് നിർത്തി ഓരോ സംസ്ഥാനങ്ങളെയും ഈ രീതിയിൽ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ഓരോ സംസ്ഥാനങ്ങളും അതിന്റെ ഭാഗമായത്. എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ അതിനോട് യോജിപ്പുണ്ടായതുകൊണ്ട് അതിന്റെ ഭാഗമായി എന്ന് കരുതാൻ കഴിയില്ല. എന്തിനാണ് കേന്ദ്രം ആ കടുംപിടുത്തം പിടിക്കുന്നത് എന്നതാണല്ലോ സംശയം. ദാ ഇവിടെ ഇപ്പോൾ UDF സർക്കാർ ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നവരാണ്. പക്ഷെ അവർക്കും ഭരണത്തിലെത്തുമ്പോൾ ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം, അതിലൊരു റീസണായി അവർ പറയുന്നത് ഫണ്ടാണ്. ഫണ്ട് വേണം, അത് വാങ്ങിച്ചെടുക്കാൻ ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഈ കരിക്കുലവുമായി ബന്ധപ്പെട്ടും സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ ഫണ്ട് സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നവർ പറയുന്നു. അത് കേന്ദ്രത്തിന്റെ പിടിവാശിയാണ്. രേണുകയുടെ വാദം വസ്തുതാ വിരുദ്ധമല്ലേ രേണുക? നോക്കൂ, ഈ സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട്. ഇപ്പോഴും കേരളത്തിന് ഈ പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ പോരെ രേണുക? കേന്ദ്ര ഗവൺമെന്റ് കഴുത്തിന് പിടിച്ച് നടപ്പിലാക്കൂ എന്ന് പറയാൻ പറ്റുമോ? ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ. ആ മാസങ്ങൾക്കുള്ളിൽ ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം നടപ്പിലാവില്ല. പക്ഷെ നഷ്ടം രേണുക മനസ്സിലാക്കേണ്ടത് കേരളത്തിനായിരിക്കും. കേരളത്തിലെ പല നേതാക്കന്മാരുടെയും മക്കൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഉണ്ട്. ഞാൻ രേണുകയോട് വളരെ വിനയപൂർവ്വം പറയുന്നു, കേരളത്തിലെ പ്രഗത്ഭരായ പേര് ഞാൻ അവരെ മാനഭംഗപ്പെടുത്തുന്നതിന്റെ പേരിൽ ഞാനിവിടെ പ്രസംഗിച്ചില്ലാതുള്ളൂ. കേരളത്തിൽ ഈ പദ്ധതിയെ എതിർത്ത നേതാക്കന്മാരുടെ പൗത്രന്മാർ, കൊച്ചുമക്കൾ, സാധ്യതപ്പെട്ടവരൊക്കെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട് രേണുക. അവർ വഴിതെറ്റിപ്പോയിട്ടില്ല, അവരതിൽ അഭിമാനിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നില്ല, നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഫണ്ട് അനുവദിച്ചു. ചില ഫണ്ടുകൾ അനുവദിക്കാൻ വിമുഖതയുണ്ട്, ശരിയാണ് രേണുക പറയുന്നത്. കാരണം NEP-യുടെ ചുവട് പിടിച്ച് നടക്കേണ്ട അധ്യാപക പരിശീലനത്തിന് വേണ്ട പണം കേരളത്തിന് വേണമോ? രേണുക പറ. NEP എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉണ്ടായ നടപടികളിലും ഭാവമാറ്റങ്ങളിലും അനുസരിച്ച് അധ്യാപക ലോകത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് അവരെ പരിശീലനം നൽകണം. കേരളം പദ്ധതി നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ട് അതിനനുസരിച്ച പരിശീലനം കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിൽ B.Ed-ഉം TTC-യും കഴിഞ്ഞ അധ്യാപകരാണ്. കേരളത്തിൽ ആ സിലബസിനനുസരിച്ച് അവർ പഠിപ്പിച്ചാൽ മതി. അതിനാവശ്യമായ ഫണ്ട് കേരളത്തിന് ആവശ്യമുണ്ടോ? രേണുക തന്നെ പറ. NEP-ക്ക് അനുസരിച്ച് പെഡഗോഗിയിലും കരിക്കുലത്തിലും ഉണ്ടായ മാറ്റങ്ങളും അത് സമൂഹത്തിലും വിദ്യാർത്ഥി സമൂഹത്തിലും ചെലുത്തേണ്ട മാറ്റങ്ങൾക്കും അനുസരിച്ച് അധ്യാപക സമൂഹത്തെ പരിവർത്തനം ചെയ്യപ്പെടണം.
അതിനവർക്ക് നിരന്തരമായ പരിശീലനം കൊടുക്കണം. കേരളം NEP ഇല്ല, കേരളത്തിൽ PMC മാത്രമല്ല, ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള പണം കേന്ദ്രം കൊടുക്കണോ? മറിച്ച് കേരളത്തിന് അവകാശപ്പെട്ട 4 മുക്കാൽ, ഞാനും മലയാളിയാണ് രേണുക, എന്റെ മക്കളും പഠിക്കുന്ന കേരളത്തിലാണ് രേണുക. എന്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടത് നിഷേധിച്ചാൽ കേരള ഗവൺമെന്റ് കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി വരെ ഇല്ലേ, ഭരണഘടനാ ബെഞ്ചില്ലേ? അങ്ങനെ ഇതൊരു വെള്ളരിക്ക പട്ടണമാണോ? ഒരു സർക്കാർ അങ്ങനെ നിയമ പോരാട്ടത്തിന് പൊയ്ക്കോളൂ എന്ന് പറയുന്നതല്ലല്ലോ ന്യായം. ഇതൊരു ഫെഡറൽ സംവിധാനമല്ലേ ശ്രീ TP ജയചന്ദ്രൻ? അതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുകയും അധികാരം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറയുന്നത് തന്നെ എന്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് എന്ന് താങ്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, നമ്മളുടെ ലീഗിന്റെ പ്രതിനിധി വൈകുന്നു. താങ്കളുടെ അടുത്ത അവസരത്തിൽ പറഞ്ഞാൽ പോരെ? എന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് 2 കൂട്ടർക്കും അറിയാൻ രേണുക, ഇതിൽ ന്യായമില്ല. ന്യായവും നീതിയും നിഷേധിക്കപ്പെടുമ്പോഴാണ് കോടതിയിൽ പോകേണ്ടത്. ഞാൻ കോടതിയിൽ പോകാൻ വേണ്ടി പറഞ്ഞല്ല, ന്യായമില്ലാത്തത് കൊണ്ട് കോടതിയിൽ പോയിട്ട് രക്ഷയില്ല. കാരണം ഇതിൽ നീതിയില്ല, സത്യസന്ധതയില്ല. അതാണ് ഇതിന്റെ വസ്തുത. അല്ലാതെ 2 കൂട്ടരും ഒപ്പിടാൻ മത്സരിക്കണോ, നടപ്പിലാക്കാൻ മത്സരിക്കണോ? അവരെ സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം എങ്ങനെ വരിഞ്ഞു മുറുക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ ജയചന്ദ്രൻ. താങ്കൾ തന്നെ പറഞ്ഞു മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിടിച്ചുവെക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും സർക്കാരുകൾ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു സംശയമുണ്ടല്ലോ. ശ്രീ നിജേഷ് അരവിന്ദ്, ഞാൻ അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, സാമ്പത്തികമായി കേന്ദ്രം പല കാര്യങ്ങളിൽ കേന്ദ്രത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ നിലപാട് ഉയർത്തിപ്പിടിച്ച് LDF മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ തന്നെ അവകാശവാദം. പക്ഷേ PM ശ്രീയിൽ അവസാന ഘട്ടത്തിൽ അവർ ഒപ്പിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുമെതിരെ രംഗത്ത് വന്നവരാണ് നിങ്ങൾ. നിലപാട് എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ, ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് പാലിക്കാനുള്ള ബാധ്യത നിങ്ങളെ സംബന്ധിച്ചുണ്ടല്ലോ. ജനങ്ങളെ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അധികാരത്തിലെത്തിയതിനു ശേഷം ഈ U-ടേൺ അടിക്കുന്നത്, നിലപാട് മാറ്റുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ വന്നും അല്ലാതെയും ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നത്, അതും ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബോധ്യമുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുമില്ലാതെ എന്നൊക്കെ പറയാൻ ഉള്ള ഒരു സാഹചര്യം എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിവൈകാരികവും അതിധാർമ്മിക രോഷവും വരുമ്പോഴൊക്കെയാണല്ലോ ഉളുപ്പില്ലാതെ എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയാം. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ അറബിക്കടലിലൊന്നും എറിയണ്ട. ഇതിങ്ങനെ നടപ്പാക്കുമെന്ന് പറയാതിരിക്കാമല്ലോ. അറബിക്കടലിലും ചവറ്റുകൊട്ടയിലും നിങ്ങൾ ഇടേണ്ടതാ. ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കും, ഞങ്ങൾ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ കൈവെക്കുന്നില്ല എന്നെങ്കിലും തീരുമാനിക്കാമല്ലോ. അല്ലെ രേണുക, ഞാൻ പറഞ്ഞത് ഉളുപ്പുമില്ലാതെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ വരുമ്പോഴാണല്ലോ നമുക്ക് ധാർമ്മിക രോഷം പൊട്ടിപ്പുറപ്പെടുക. ആ വാക്ക് വേണമെങ്കിൽ താങ്കൾ ഒഴിവാക്കിക്കോ. ഞാൻ അതിൽ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷെ നോക്കൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല, മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുകയാണ്. ഒരു മന്ത്രിസഭാ ഉപസമിതിയുണ്ട്, ആ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനി അവർ തീരുമാനിക്കേണ്ടത് സ്കൂളുകളാണെന്ന് പറയുകയാണ്. അപ്പോൾ അതിന് യോജിച്ചൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചോളൂ. നിരന്തരമായി സംസാരിക്കുന്ന ആൾ അതിവൈകാരികമായി സംസാരിക്കുമ്പോൾ ഉണ്ടായ സ്വാഭാവിക സംശയം മാത്രമാണ് നിങ്ങൾ ആ വാക്കിൽ നിന്നും പറഞ്ഞ് ഞാൻ അത് വിട്ടേക്കുന്നു. ഇവിടെ ആ തരത്തിൽ വൈകാരിക തലത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇത് LDF-ലാണല്ലോ ഇതിന്റെ തർക്കമുണ്ടായത്. ഞാൻ ശ്രീ ഗോപനോട് ചോദിക്കുകയാണ്, LDF-ന്റെ നിലപാട് എന്തായിരുന്നു? ഒപ്പുവെച്ചതിന് ശേഷം അല്ലെ ഒപ്പുവെക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? CPI ആണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞതും ആ കാലഘട്ടത്തിലെ ഗവൺമെന്റിന് കൃത്യമായ ഒരു ന്യായീകരണം തരാൻ പറ്റാതെ പോയതും. ആദ്യഘട്ടത്തിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒപ്പിട്ട രേഖകൾ പുറത്തു വന്നു. അപ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഞങ്ങളെ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഈ വിഷയം പൊന്തി വന്ന ഉടനെ തന്നെ ഞങ്ങളൊരു ഉപസമിതി വെച്ചു. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തും, ഞങ്ങൾ രഹസ്യമാക്കില്ല. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഒളിച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഒപ്പിട്ടതാണ് എന്നോ ആരുടെയെങ്കിലും തലയിൽ ചാർത്താനോ ഒന്നും ഞങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറല്ല. ഞങ്ങളിത് വളരെ ട്രാൻസ്പെറന്റ് ആയി ജനങ്ങളുടെ മുന്നിലേക്ക് പറയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. രണ്ടാമത്തെ കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത് വളരെ ലളിതമാണ്. 19-ാമത്തെ അധ്യായത്തിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഇരു കക്ഷികളും ഈ ധാരണാപത്രത്തിന് കീഴിലുള്ള തങ്ങളുടെ കടമകൾ സദ്ഭാവനയോടുകൂടി നിർവഹിക്കേണ്ടതാണ്. ഈ ധാരണാപത്രം ഒപ്പുവെക്കുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് 31/3/2007 അല്ലെങ്കിൽ
അംഗീകാരങ്ങൾക്ക് വിധേയമായി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് നിശ്ചയിക്കുന്ന തീയതി വരെയോ ആയിരിക്കും. ഈ ധാരണ പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, പൊതു താല്പര്യം നിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകിക്കൊണ്ട് ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ ഭാരത മന്ത്രാലയത്തിന് കീഴിലുള്ള ഡോസലിന് അധികാരമുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് 30 ദിവസത്തെ നോട്ടീസ് നൽകി റദ്ദാക്കാൻ അധികാരമുണ്ട്. അവിടെ നമ്മൾ ഒപ്പുവെച്ചവരെ പറ്റി പറയുന്നില്ല. കരാറിലെ നിബന്ധനകളിൽ എന്തെങ്കിലും ഭേദഗതിയോ മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ ഇരു കക്ഷികളുടെയും പരസ്പര സമ്മതത്തോടെ മാത്രമേ അത് ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യമാണ്, അടുത്ത കരാറിന്റെ വ്യാഖ്യാന നിബന്ധനകൾ നടപ്പിലാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായാൽ ഇരു കക്ഷികളും അത് സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. ഡൽഹിയിലെ അധികാരപരിധിയുള്ള ഉചിതമായ ഫോറത്തിൽ ഉചിതമായ താങ്കൾ ആദ്യഘട്ടത്തിൽ വായിച്ചതാണ് നിജേഷ്. നമ്മുടെ സമയം പോകും. ഞാൻ സമയം പോകുന്നല്ലോ. ഒരു 2 ഗവൺമെന്റുകൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു ധാരണാപത്രത്തിലെ 19ാമത്തെ ഉടമ്പടിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തതൊന്നുണ്ട് എങ്കിൽ LDF സർക്കാർ ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇതിനകത്തൊരു ക്ലോസ് ഉണ്ടാവേണ്ടേ? ചോദ്യം അത്രയുള്ളൂ. ഈ പറഞ്ഞ 19ാമത്തെ അധ്യായത്തിനകത്താണ് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏത് ക്ലോസിന്റെ അടിസ്ഥാനത്തിലാണ് മരവിപ്പിച്ചത്? ഏകപക്ഷീയമായി ഒരു കരാർ ഒപ്പുവെച്ചാൽ ഏകപക്ഷീയം കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഈ കരാർ ഒപ്പുവെച്ചത് അറിയാതെയാണോ തെരഞ്ഞെടുപ്പിന് മുൻപ് അറബിക്കടലിൽ എറിയുമെന്നും ചവറ്റുകുട്ടയിൽ ഇടുമെന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത്? കരാർ ഒപ്പിട്ടു എന്നറിയാതെയാണോ? കരാർ ഒപ്പിട്ടു എന്നറിയാതെയാണോ അത്തരം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്? കരാർ ഒപ്പിട്ടു എന്നറിയാതെയാണോ? അല്ല രേണുക, ഞങ്ങളുടെ പ്രകടന പത്രികയ്ക്കകത്ത് ആ തരത്തിൽ PMC പദ്ധതി ഞങ്ങൾ റദ്ദാക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് നടപ്പാക്കാൻ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പ്രകടന പത്രികയായി എത്രയോ ബൈറ്റുകൾ എത്രയോ തവണ നമ്മൾ പ്ലേ ചെയ്തു. KM ഷാജി പറഞ്ഞത്, VD സതീശൻ പറഞ്ഞതൊക്കെ എത്ര തവണ നമ്മൾ കേട്ടു. ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ CPM പറയുന്നത് എന്താണെന്ന് അറിയാമോ? നട്ടല് വേണം. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നട്ടല് വേണം. നിങ്ങൾ രാജിവെച്ച് പുറത്തു പോയി. ഇനി LDF എന്നാ ഭരിക്കട്ടെ എന്നതാണ് പറയുന്നത്. RSSന് അടിയറവ് വെച്ചു എന്ന് പറയുന്നു. ഈ വിഷയം മാത്രമല്ല കേട്ടോ, CPM ഇതൊന്നല്ല. CPM ഒരുപാട് വഖഫ് ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളുമുണ്ട്. RSSന് അടിയറവ് വെച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരു വിഷയത്തിലും ഒളിച്ചോടിയിട്ടില്ല. വഖഫിൽ CPM എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ തീരുമാനം നടപ്പിലാക്കും. ഞങ്ങൾ പറയുന്നു കോടതി വിധിക്ക് അനുസരിച്ച് ഞങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. ഇത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. രണ്ടിന്റെ വ്യത്യാസം അതേ ഉള്ളൂ. സർക്കാരിന്റെ മേൽ കെട്ടിവെച്ച് അതിന്റെ തുടർച്ച നടത്താൻ എന്തിനാണ് UDF എന്നൊരു സംവിധാനം? അല്ലെ, കോടതി വിധി ഞങ്ങൾ കേൾക്കും എന്ന് പറയണ്ടേ? കോടതി വിധിയെ ഞങ്ങൾ എതിർക്കും എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആത്മരോഷം മാധ്യമ അവതാരിക കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന് മാത്രമുള്ള പ്രശ്നങ്ങൾ UDF എടുത്ത തീരുമാനങ്ങൾ എന്താണ് എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു മറുപടിയാണ് എനിക്ക് കിട്ടേണ്ടതും. അങ്ങനെ നേരത്തെ നിങ്ങൾ ഉപയോഗിച്ച ഭാഷയിൽ നട്ടല്ലുണ്ടോ എന്ന് CPM ചോദിച്ചു. CPM ചോദിച്ചത് അവർ ചോദിച്ചോട്ടെ, ഞങ്ങൾ അതിന് മറുപടി പറയാം. CPM ഇന്നത്തെ ഒരു അവസ്ഥയിൽ മറ്റൊരാളോട് നട്ടല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏറ്റുപറയേണ്ട ഒരു സാഹചര്യമൊന്നും തൽക്കാലം ആർക്കില്ല, ഒരു മാധ്യമ പ്രവർത്തകർക്കില്ല. മാധ്യമ പ്രവർത്തകർക്ക് എന്തൊക്കെ അവകാശമുണ്ട് ഇല്ലേ എന്നൊന്നും ശ്രീ നിജേഷ് അരവിന്ദ് താങ്കൾ ചൂണ്ടിക്കാണിക്കേണ്ടത് കാര്യമില്ല. ഞാൻ അത് കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ ചോദിച്ചത്. കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇതിൽ എന്നെ താങ്കൾ വിശ്വാസത്തിൽ എടുക്കേണ്ട ശ്രീ നിജേഷ് അരവിന്ദ്. നിങ്ങളെ വിശ്വസിച്ച ആളുകളുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് കേട്ട, നിങ്ങളെ വിശ്വസിച്ച, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളുണ്ടല്ലോ, അവരെ വിശ്വാസത്തിലെടുക്കണമല്ലോ. അവരെ വിശ്വാസത്തിലെടുക്കണമല്ലോ. ഞങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനോ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകർക്കോ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കോ ഹാനികരമാവുന്ന ഈ കേരളത്തിന് പൊതുവായി ഹാനികരമാവുന്ന ഒരു തീരുമാനവും ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ എടുക്കില്ല. നിങ്ങൾ അവിടെ നോട്ട് ചെയ്തു നോക്കുക. ഇതാണ് ഞങ്ങൾ അന്നത്തെയും ഉറപ്പ്, ഇന്നത്തെയും ഉറപ്പ്, എക്കാലത്തെയും ഉറപ്പ്. ഈ ഇതേ ഉറപ്പ് തന്നെയാണ് LDF പറഞ്ഞത്. ശ്രീ PK ഗോപൻ ഇവിടിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോഴും UDFന്റെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴും നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ RSS വൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അനുവദിക്കില്ല. ഇതിൽ സ്കൂളുകളുടെ സെലക്ഷൻ, കരിക്കുലം, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു ഉറപ്പുണ്ടാകും എന്നതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ഇത് ഒപ്പിടുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത് RSSന് അടിയറവ് വെക്കലാണ് എന്നൊക്കെ പറയുന്നതിൽ അല്പം അതിശയോക്തി ഇല്ലേ യഥാർത്ഥത്തിൽ? ഉത്തരം രേണുകയുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സമയം വേണം. ഇത് RSSന് അടിയറ വെക്കുന്നതല്ല,
SSKയുടെ ഫണ്ട് വാങ്ങിക്കാനാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അറബിക്കടൽ എറിയുമെന്നും ഞങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവർ തിരിച്ചു പറയണം, LDFനെ തിരിച്ച് ഈ ചുമതല ഏൽപ്പിക്കണം, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് എന്നവർ പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ജയചന്ദ്രൻ മാഷിയോടെ ഞാൻ എളുപ്പം പരമാവധി പോയിന്റുകൾ എളുപ്പം പറയാൻ ശ്രമിക്കാം. ജയചന്ദ്രൻ മാഷിയോടെ പറഞ്ഞത് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആളുകളുടെ പേര് പറയാം. ഏതാണ്ട് മോശപ്പെട്ട കാര്യമാണോ സാർ കേന്ദ്രീയ വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്? ഈ അയോധ്യയിലെ പണം അയോധ്യയിലെ എന്താണ് അയോധ്യയിലെ പണം മോഷ്ടിച്ചതുപോലുള്ള ഒരു തെറ്റാണോ സാർ കേന്ദ്ര വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അത് LDFന്റെയും UDFന്റെയും BJPയുടെ എല്ലാവർക്കും പഠിപ്പിക്കാവുന്ന കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാ. അവിടെ പഠിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അവിടെ വരുന്ന സിലബസ് നമ്മൾ എതിർക്കപ്പെടേണ്ടതുമാണ്. NEPയുടെ ഭാഗമായിട്ട് വരുന്ന സിലബസിൽ ഗാന്ധിവധം ഇല്ല സാർ, അംബേദ്കർ പഠിക്കാൻ പറ്റില്ല സാർ, മുഗൾ രാജവംശം പഠിക്കാൻ പറ്റില്ല സാർ, പരിണാമ സിദ്ധാന്തം പഠിക്കാൻ പറ്റില്ല സാർ. അത്തരം പ്രശ്നങ്ങൾ ആ വിദ്യാലയത്തിൽ ഉണ്ടെന്നുള്ള രാഷ്ട്രീയ എതിർപ്പ് നമുക്കുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. സ്വകാര്യവൽക്കരണത്തിന് ഞങ്ങൾ എതിരാ, അതുകൊണ്ട് സ്വകാര്യ ആശുപത്രി പോയില്ലെന്നാണോ? സ്വകാര്യവൽക്കരണത്തിന് ഞങ്ങൾ എതിരാ, അതുകൊണ്ട് പ്രൈവറ്റ് ബസ് കയറത്തില്ലെന്നാണോ? അപ്പൊ അത്തരം വിദണ്ഡവാദങ്ങളല്ല ഇവിടെ മറുപടിയായിട്ട് വരേണ്ടത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. ഇനി തമിഴ്നാട് കോടതിയിൽ പോയി, ആ കോടതിയിൽ കേസ് ഇതുവരെ തീരുമാനമായിട്ടില്ല, അതങ്ങനെ കിടക്കുകയാണ്. ഇനി തീരുമാനമാകുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തിന് വിപരീതമായിട്ട് കോടതിയിൽ വ്യാഖ്യാനം ഉണ്ടാവില്ല, ഭരണഘടനാ ലംഘനം ഉണ്ടാവുമെങ്കിൽ മാത്രമേ അത്തരം പ്രശ്നങ്ങൾ വരികയുള്ളൂ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ SSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% സെൻട്രൽ, 40% സ്റ്റേറ്റുമാണ്. അത് പ്രാപ്യതയും ഗുണതയും വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിന്റെ പണം നിങ്ങൾക്ക് തടഞ്ഞു വെക്കാൻ അധികാരമില്ല. അതാണ് ചൂരൽമലയിലെ പണം കൊടുക്കാതിരുന്നപ്പോ കേരള ഹൈക്കോടതി ചോദിച്ചത്. ഇതിന് കൃത്യമായി തെളിവുള്ളതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ബാങ്കിന്റെ കടം എഴുതി തള്ളാൻ തയ്യാറായില്ല. അപ്പൊ കോടതിയെ നിങ്ങൾ വിരട്ടുകയാണ്. അതാണ് അതിനകത്തുള്ളത്. ഇനി കേരളത്തിൽ അങ്ങ് ഈ വിദ്യാഭ്യാസ ഈ PMC വഴി ലോകോത്തര നിലവാരമുള്ള സ്കൂള് അങ്ങ് ദയവായിട്ട് അധ്യാപകനായിട്ടിരുന്ന ആളല്ലേ. ഇന്ത്യ രാജ്യത്ത് 1ാം ക്ലാസ്സിൽ 100 കുട്ടികൾ ചേർന്നാൽ 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 85 താഴെ കുട്ടികളായിട്ട് മാറുകയാണ്. ബാക്കി 15 കുട്ടികൾ എങ്ങോട്ട് പോവാ സാർ? കേരളത്തിൽ വന്നിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. 4ാം ക്ലാസ്സും 3ാം ക്ലാസ്സും കഴിഞ്ഞപ്പോഴേ ഇറങ്ങി പോരേണ്ടി വന്നു. കേരളത്തിൽ 1ാം ക്ലാസ്സിൽ 100 കുട്ടികൾ ചേർന്നാൽ 100 കുട്ടികളും 12ാം ക്ലാസ്സിലെത്തും. അതാണ് ലോകോത്തര നിലവാരം, മറ്റേതല്ല. നിങ്ങൾ പറയുന്ന PMC ഫണ്ട് ഉപയോഗിച്ചിട്ട് ആൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ് വേണം, പെൺകുട്ടികൾക്ക് പ്രത്യേക ടോയ്ലറ്റ് വേണമെന്ന് അതിനകത്ത് ഒരു ക്ലോസ്. കേരളത്തിൽ എവിടെ രേണുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് ഇല്ലാത്ത സ്കൂളുള്ളത്? അപ്പൊ അത്രയും മികച്ച വിദ്യാഭ്യാസ നിലവാരം കേരളത്തിലുള്ളതാണ് എന്നുള്ളത് കാണണം. ഇനി നിജേഷ് പറഞ്ഞ കാര്യങ്ങൾ, LDFന്റെ സ്റ്റാൻഡ് CPIയും CPM തർക്കമാണ്. അതെ, CPM-നകത്തും തർക്കം വന്നു, CPIക്കകത്തും തർക്കം വന്നു. ഇത് കൺവിൻസ് ചെയ്യിക്കാതെ ഒപ്പിട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോ സെൻട്രൽ കമ്മിറ്റിയും കണ്ടെത്തിയത്. അങ്ങനെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഒപ്പിട്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നുള്ള അത് ഞങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. പക്ഷെ കോൺഗ്രസ് പറഞ്ഞ അതല്ലല്ലോ, ഇതിൽ ഒപ്പിടാൻ പാടില്ല എന്നുള്ളതല്ലേ. ഇനി എന്റെ ചോദ്യത്തിന് മറുപടിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ നയം എന്താണ്? മറുപടിയില്ല. എത്ര മണിക്കൂർ എടുത്താലും അങ്ങ് അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മറുപടിയില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. പക്ഷേ PK ഗോപൻ, ഇവിടിപ്പോ ഇടപെട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഇതിൽ CPM-ന്റെ നിലപാടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? CPI-യുടെ എതിർപ്പില്ലായിരുന്നില്ല എങ്കിൽ ഈ ചർച്ചയിൽ ഇങ്ങനെ ഇരുന്ന് നിലപാട് പറയാൻ താങ്കൾക്ക് പറ്റുമായിരുന്നോ? CPI-യുടെ എതിർപ്പ് അന്ന് ഉയർന്നില്ലായിരുന്നെങ്കിൽ അത് കൊണ്ടുവന്നല്ലോ. PMC ഒപ്പിട്ടതിന്റെ സാഹചര്യം എന്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രി LDF യോഗത്തിലും പൊതുജനങ്ങളോടും പറഞ്ഞു. ഇവർ ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? 2027 ശ്രീമതി രേണുക, അതേ കാര്യമല്ലേ ഇപ്പോൾ UDF-ഉം പറയുന്നത്? ഫണ്ടിന്റെ ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ UDF-ഉം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകേണ്ടതാണ്. അല്ലല്ല, നിങ്ങൾ അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. UDF പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിനെ ഞങ്ങൾ ന്യായീകരണങ്ങൾ കൊണ്ട് വെളുപ്പിച്ചെടുക്കുമെന്നല്ല ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് എടുത്തു കളയുമെന്നാ പറഞ്ഞേ. അപ്പൊ UDF LDF പറഞ്ഞ ഒരുമിച്ചകറ്റിരിക്കും. ഞങ്ങൾ ഒപ്പിട്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യത്തില്ലെന്ന് 2025 ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ കത്ത് കൊടുത്തു. ഞങ്ങൾ ഈ സ്കൂൾ സെലക്ട് ചെയ്ത് തരില്ല, ഞങ്ങൾ ഇത് ഫോളോ ചെയ്യില്ല, ഞങ്ങൾ ഇത് തുടരില്ല എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജബി മേത്തർ ചോദിച്ച ചോദ്യത്തിൽ ലോക്സഭയിൽ ഉത്തരവ് കൊടുത്തു. കേരള ഇത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് കൊടുത്ത അല്ല പറയട്ടെ, ഇനി 1-2 കാര്യങ്ങളുണ്ട്. ഇനി ഒരു പൊളിറ്റിക്കലായ കാര്യം എന്താണെന്നറിയോ? ഈ കരാർ കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നു.
രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. കരാർ ഇഷ്ടപ്പെടുന്നു. ബാക്കി ചില കാര്യങ്ങളുണ്ടല്ലോ അവരെടുത്തു കളഞ്ഞത്, LDF കൊണ്ടുവന്നതും അവര് നടപ്പിലാക്കത്തില്ലെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിയ കാര്യങ്ങളുണ്ടല്ലോ കേരളയിൽ ഉൾപ്പെടെ. പക്ഷെ ഇത് അവർ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും പറയട്ടെ, ഒരു പോയിന്റ് കൂടെ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് എതിർക്കാത്തത്. ഇനി പിന്നെ അങ്ങ് ഈ വഖഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. വഖഫിൽ ഇപ്പോഴും കള്ളമാണ് പറയുന്നത്. കോടതി തീരുമാനിക്കട്ടെ എന്നാ. ഈ കോടതിയിൽ ഒരു തമാശയുണ്ട് ശ്രീമതി രേണുക, നമുക്ക് എല്ലാവർക്കും അറിയാം. തന്തയും തള്ളയും തല്ലിക്കൊന്ന ഒരാളെ കോടതി അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ശിക്ഷിക്കാൻ പോകുമ്പോ തന്തയും തള്ളയും തല്ലിക്കൊന്നിട്ടാ ചെന്ന് നിൽക്കുന്നേ. അപ്പോ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനാണ്, അതുകൊണ്ട് എന്നെ കോടതി വെറുതെ വിടണം. ഇത് കോടതി തമാശയാ. സന്നദ്ധെടുത്തിട്ടുള്ള ലോകത്തെ എല്ലാ വക്കീലന്മാർക്കും അറിയാം തമാശയാ. കോടതി ചെന്നിട്ട് വഖഫുമായി ബന്ധപ്പെട്ട് 2 പേരെ സെൻട്രൽ ഗവൺമെന്റ് അമുസ്ലിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നതിന് തർക്കമില്ല എന്ന് പറഞ്ഞിട്ട് പറയുക കോടതി തീരുമാനിക്കട്ടെ എന്ന്. ഞങ്ങൾ കോടതിയുടെ വിധി അനുസരിച്ച് പൊക്കോളാവുന്നത്. ഇത് മുസ്ലിം ലീഗ് എങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരികയാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. വന്ദേ മാതരം പാടിയില്ലെങ്കിൽ MOEയുടെ പ്രശ്നമുണ്ടോ? ശ്രീമതി രേണുക എന്ന് പറഞ്ഞാട്ടെ, വന്ദേ മാതരം പാടുക എന്നുള്ളത് നമ്മളതൊക്കെ അന്ന് ചർച്ച ചെയ്തതാണല്ലോ ശ്രീ PK ഗോപൻ. അന്ന് നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നമ്മളുടെ വിഷയം അതല്ലല്ലോ ശ്രീ. പൂർണ്ണമായിട്ട് കീഴ്പ്പെടാൻ അവർ തയ്യാറായിരിക്കുക. അതുകൊണ്ട് വന്ദേ മാതരം ശ്രീ VM റഷാദ്, ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് ലീഗാണ്. ലീഗ് കൂടി ഉൾപ്പെട്ട UDF ആണ്. ആ സംവിധാനമാണ് ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അറബിക്കടലിൽ ഒഴുക്കുകയോ ചവറ്റുകുട്ടയിൽ ഇടുകയോ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പദ്ധതി നിലനിർത്തിയാൽ പോലും നിങ്ങൾക്ക് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടാകുന്നില്ല എന്നത് അണികളോട് പോലും ചെയ്യുന്ന ദ്രോഹമല്ലേ, വിശ്വാസവഞ്ചനയല്ലേ? എങ്ങനെ ലീഗ് ഈ കാര്യങ്ങൾ വിശദീകരിക്കും അണികളോട്? ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. MSFനെ സംബന്ധിച്ചിടത്തോളം MSFന്റെ നിലപാട് PM ശ്രീ പദ്ധതിയിൽ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരു നിലക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ MSF ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. അത് MSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുമ്പത് പറഞ്ഞതാണ്. പിന്നെ ഇപ്പോഴും MSFന്റെ നിലപാടിൽ യാതൊരു മാറ്റവും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്നതാണ് MSFന്റെ അഭിപ്രായം. അത് നിർത്തിവെക്കാനുള്ള സാധ്യതകളാണ്, അതിന്റെ നിയമപരമായ കാര്യങ്ങളാണ് പിന്നെ ഈ ഗവൺമെന്റ് പരിശോധിക്കേണ്ടതെന്നു കൂടിയാണ് MSFന് പറയാനുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഞാൻ ചോദിക്കുന്നത്, CPMന് എന്ത് ധാർമ്മികതയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പറയാൻ കഴിയുന്നത്? ഈ പദ്ധതി യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് CPM ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി, CPM ഉണ്ടാക്കിയ ഒരു കെണി, ആ കെണിയിലാണ് ഗവൺമെന്റ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ വളരെ കൃത്യമായി ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നാൾവഴികൾ പരിശോധിച്ചാൽ, ഇല്ല, നാൾവഴി പരിശോധിക്കുന്നതിന് മുമ്പ് റഷാദ്, ഞാൻ ഇവിടെ വളരെ കൃത്യമായി ആദ്യം ആ ബൈറ്റുകൾ പ്ലേ ചെയ്തിരുന്നതാണ്. ഷംസുദ്ദീന്റെ ബൈറ്റും ഒപ്പം തന്നെ അടൂർ പ്രകാശിന്റെ ബൈറ്റും പ്ലേ ചെയ്തിരുന്നതാണ്. ഇന്ന് UDF യോഗത്തിന് ശേഷം അടൂർ പ്രകാശ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ പറഞ്ഞിരിക്കുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിലിനി ഒരു പുനരാലോചനയുടെ ഒരു ഘടകവുമില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ ഇനിയുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതൊക്കെ സ്കൂളുകളിൽ എങ്ങനെ ഇത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. MSF സമരരംഗത്തുണ്ടാകുമോ ഇതിനെ എതിർത്ത്? തീർച്ചയായിട്ടും RSSന്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ഒരു നിലക്കും MSF അംഗീകരിക്കുന്നില്ല. MSF അങ്ങനെ നടപ്പിലാക്കിയാൽ അതിനെതിരെയുള്ള പ്രക്ഷോഭ രംഗത്ത് MSF സജീവമായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗ് മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം ഈ ഉപസമിതിയിലെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹം കൂടി ഉൾപ്പെട്ട മന്ത്രിസഭാ യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലീഗ് ഉൾപ്പെട്ട
UDF ആണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴും നിങ്ങൾ സമരരംഗത്തുണ്ടാകുമെന്ന് തന്നെ ഉറച്ച നിലപാടെടുക്കുകയാണ് MSF. SFI അല്ല MSF, ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് തെറ്റായ ഒരു നിലപാടിനെ അനുകൂലിക്കേണ്ട ആവശ്യം MSFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഒരിക്കലും ഈ RSSന്റെ അജണ്ട, RSSന്റെ പാഠ്യപദ്ധതി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു സമീപനവുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് MSF ഒരു നിലക്കും വിശ്വസിക്കുന്നില്ല. MSF അങ്ങനെ കരുതുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിലക്കും ഈ PMC പദ്ധതി നടപ്പിലാക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം വന്നെത്തി നിൽക്കുകയാണ്. CPM അങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, നേരത്തെ CPMന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, അതായത് ഞങ്ങൾ ഈ പദ്ധതി നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ CPM പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അതിൽ CPM അവസാനമായി കേരള ഗവൺമെന്റ് LDF ഭരിക്കുന്ന കാലത്ത് ഈ വിഷയം വലിയ വിവാദമായ സമയത്ത് CPI ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, വലിയ രൂപത്തിലുള്ള വിയോജിപ്പുകൾ കേരള ഗവൺമെന്റ് അന്നയച്ച കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 2025 നവംബറിൽ നേരിട്ട് കത്ത് കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ട് നേരിട്ട് കത്ത് കൊടുത്തു. ഇത് തുടരില്ലാതെ നേരിട്ട് കത്ത് കൊടുത്തു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? ആ കത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? ആ കത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആശങ്കകൾ, ആ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ പദ്ധതി നീട്ടിവെക്കണം എന്നാണ് പറഞ്ഞത്, നിർത്തലാക്കണം എന്നല്ല. നിർത്തലാക്കണം എന്ന് എന്തായാലും അത് മരവിപ്പിച്ച അവസ്ഥയിൽ തന്നെയാണല്ലോ. അതാണല്ലോ കേന്ദ്രം രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നത്. ഞാൻ റഷാദിലേക്ക് വരാം. ശ്രീ നിജേഷ് അരവിന്ദ് നോക്കൂ, ഇവിടെ ഇപ്പോൾ MSF പരസ്യമായി നിലപാടെടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, കഴിഞ്ഞ തവണ ഇത് വിവാദമാകുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു ഇതുമായി മുന്നോട്ട് പോകുമെന്ന് ഒരിക്കലും സർക്കാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ സമരവുമായി രംഗത്ത് വരുമെന്ന പല സൂചനകളും പല നേതാക്കളും നൽകി. ഇപ്പോൾ അവരുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. സർക്കാരിനെ തിരുത്താൻ പാർട്ടിയുടെ തന്നെ യുവജന സംഘടനകൾ തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണോ 2 മാസം പിന്നിടുമ്പോൾ തന്നെ? ഓരോ സംഘടനയ്ക്കും ഓരോ നിലപാടുണ്ട്. ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് എല്ലാ നിലപാടും ഒരാളുടേതാണ്, ഞങ്ങൾ അല്ലാതെ മറ്റാരുണ്ട് എന്നൊന്നുമല്ല. എല്ലാവർക്കും നിലപാടുണ്ട്. ആ നിലപാടുകളെ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യും. ഗുണപരമായ തീരുമാനം, അത് ഞങ്ങൾക്ക് ഗുണപരമായല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ഗുണപരമായ തീരുമാനമെടുക്കും. ഇപ്പൊ MSFന്റെ അഭിപ്രായത്തെ അല്ലെങ്കിൽ KSUവിന്റെ അഭിപ്രായത്തെ നിങ്ങൾ പറയാൻ പാടില്ല, അതൊക്കെ ഞാൻ പറയും എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയോ ഭരണ സംവിധാനമോ അല്ല ഇവിടെയുള്ളത്. സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യമുള്ള ഒരു ഭരണ സംവിധാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും നിങ്ങൾക്കുള്ള ആശങ്കയില്ല. ഞങ്ങൾ 2 മാസം കൊണ്ട്, നിങ്ങൾ ഉപയോഗിച്ച ഒരുപാട് വാക്കുകളുണ്ട്, U-turn, 2 മാസം കൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ് ഞങ്ങൾ അത് ഓരോന്നായിട്ട് ഞങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകും. നിങ്ങളുടെ വിമർശനങ്ങളെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും. ഒരു ഘട്ടത്തിൽ പോലും കടക്ക് പുറത്ത് എന്ന് ഞങ്ങൾ പറയില്ല. ഓരോ വിമർശനങ്ങളും ഞങ്ങൾക്ക് കരുത്തു നൽകും. അത് PMCയുടേതാണെങ്കിലും ശരി, നേരത്തെ ADGP അജിത് കുമാർ ആയിരുന്നു കുറെ ദിവസം ചർച്ച, സംരക്ഷിക്കുന്നു തീരുമാനം നമ്മൾ കണ്ടു. ഇന്നലെ വരെയുള്ള ചർച്ച നമ്മുടെ TG മോഹൻദാസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ നിലപാടെടുത്തു. ഇങ്ങനെ ഓരോ വിഷയത്തിനും ഐക്യ ജനാധിപത്യ പക്ഷേ ഈ വിഷയത്തിലെ നിലപാട് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ TP ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതി ആശിച്ചുകൊണ്ട് അതിനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന BJP നേതാക്കളെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം അതിന്റെ കൃത്യമായ വ്യവസ്ഥയിൽ നൽകിയാൽ മാത്രം മതി. പക്ഷെ അത് ചെയ്യുന്നില്ല. അല്ലാണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് RSS അജണ്ട നടപ്പാക്കാൻ വേണ്ടി സർക്കാരുകളെ പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ച് അവരെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. അതിൽ UDF സർക്കാരും പെട്ടുപോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ യുവജന സംഘടനകൾ തെരുവിലിറങ്ങി അവരെ നന്നാക്കാനും തിരുത്താനും നടക്കുന്ന കാഴ്ചയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രമല്ലേ? അല്ലേ? കേന്ദ്രത്തിനോടുള്ള ഐക്യ ജനാധിപത്യ TP ജയചന്ദ്രൻ അദ്ദേഹത്തോടാണ്. രേണുക, ഈ ചാനലിന്റെ ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ യാതൊരു ലജ്ജയും ഇല്ലാതെ കളവ് ആവർത്തിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് എത്ര പ്രതിഷേധ കുറിപ്പുകൾ കേന്ദ്ര ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ട് എന്ന് രേണുക വെളിപ്പെടുത്തുമോ?
രേണുക 2022 കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചത്. എന്താ പറഞ്ഞതെന്നറിയോ? വായ്പാ പരിധി കുറച്ചത് സംസ്ഥാനത്തിന്റെ ധനകാര്യത്തെ ബാധിക്കുന്നു എന്ന് അറിയിച്ചു. അർഹതപ്പെട്ടത് തന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. 2023 കത്തയച്ചു. ഇത് തന്നെ ആവർത്തിച്ചു. കേന്ദ്രം വായ്പാ പരിധി അന്യായമായി നിയന്ത്രിക്കുന്ന ആരോപിച്ച് പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചു. 2024 കത്തയച്ചു. രേണുക, ഞാൻ പറയുന്നത് പബ്ലിക് ഡൊമൈനിലുള്ള രേഖയാണ്. അവസാനം സുപ്രീം കോടതി പോയി. നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഈ പളവ് ആർക്കോ വേണ്ടി ഇവിടെ ഇങ്ങനെ വാദിക്കുന്നത്? നിങ്ങൾ ആങ്കർ അല്ലേ? പിന്നെ സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് പറയുന്നത് കേട്ടു. ഗോവൻ അങ്ങനെ ക്യാപ്സൂൾ ഗോവൻ പറ്റിയതേ ഇറക്കാവൂ. നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് എതിരാണോ സർ? കോവളം കൊട്ടാരം ഹോട്ടൽ എന്നൊരു സ്ഥാപനം കേരളത്തിലെ പൊതുസ്വത്തുള്ളത് അത് അങ്ങ് പണ്ട് പറഞ്ഞിട്ടുള്ള അത് കോടതി വിധി അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ കോവളം കൊട്ടാരം പിടിക്കുക. ഈ രാജ്യത്തെ മുഴുവൻ നവരത്ന, നിങ്ങൾ അവസാനം കൊണ്ടൊന്നും ഇങ്ങനെ പറയരുത്. രാജ്യത്തെ മുഴുവൻ നവരത്ന സ്ഥാപനങ്ങളും സ്വന്തം മച്ചായിട്ടുള്ള അദാനിക്ക് എഴുതി കൊടുത്തിട്ട് കോവളം കൊട്ടാരം കൊണ്ട് വന്നിരിക്കുകയാണോ സാർ? നിങ്ങൾ ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പണം കൊടുക്കുക. ഏത് സർക്കാർ ഭരിച്ചാലും കേരളത്തിൽ കൊടുക്കേണ്ട പൈസ ഞാൻ പറയുന്നത് കേൾക്കാൻ സന്മനസ് കാണിക്കും. അങ്ങിത് പറയരുത്. കോവളം കൊട്ടാരം അങ്ങ് പണ്ടും ചർച്ച ചെയ്തത്. കോവളം കൊട്ടാരം ഹൈക്കോടതി വിധി അടിസ്ഥാനത്തിലാ പോയത്. അല്ലാതെ അംബാനിക്ക് രാജ്യം എഴുതി കൊടുത്തത് പോലല്ല. രാജ്യം എഴുതി കൊടുത്തത് പോലല്ല. ഹൈക്കോടതി വിധി എന്താ പറയുക? ഇത് നിങ്ങൾ മുഖ്യമന്ത്രി പാർലമെന്റിന് മുമ്പിൽ സമരം നടത്തിയതിനാ? പാർലമെന്റിന് മുമ്പിൽ കേരളത്തിലെ എംപിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്തിയതിനാ? ഗോവൻ ഉത്തരം മുട്ടും. സ്റ്റീൽ കോംപ്ലക്സ് ഗോവൻ ഉത്തരം മുട്ടും. എനിക്ക് ഉത്തരം മുട്ടത്തില്ല. അങ്ങ് കോവളം കൊട്ടാരം എടുത്ത് സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട പണം പിരിച്ചുകൊണ്ടുപോയി ഗോവന്റെ സമയത്ത് ഞാൻ മിണ്ടില്ല. ഗോവൻ എന്നെ മിണ്ടാത്ത കേട്ടിട്ടുണ്ടോ? കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ് ആരുടെ മുതലായിരുന്നു ഗോവൻ? ഇപ്പൊ ആരാ വിറ്റത്? ആരുടെ ഭരണകാലത്താ വിറ്റത്? കോമൺവെൽത്ത് കഴിയാത്തപ്പോൾ നിങ്ങൾ അവസരം വരുമ്പോ പറഞ്ഞേ ജനങ്ങൾ കേൾക്കട്ടെ. നമ്മുടെ സമയം തീർന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ, സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും PMശ്രീയിൽ സർക്കാരിന്റെ നിലപാട് അംഗീകരിക്കില്ല എന്നതാണ് MSF ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. സമരവുമായി രംഗത്തുണ്ടാകും എന്നതിന്റെ സൂചനകൾ നമ്മളുടെ പ്രതിനിധി, അതിന്റെ സംസ്ഥാന ഭാരവാഹിയാണ് നമ്മളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം PMശ്രീയിൽ UDF ജനങ്ങളെ വഞ്ചിച്ചോ എന്നതാണ്. അതേ എന്ന് പറയുന്നു 42%, അല്ല എന്ന് പറയുന്നത് 54%. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയവർ 4%. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും പ്രതികരണങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രൈം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.